നമസ്കാരം സുഹൃത്തുക്കളെ, റിച്ച് ബുക്കിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഏതൊരു അങ്ങാടിയിൽ ചെന്നാലും അല്ലെങ്കിൽ കടൽ കടന്ന് ഗൾഫിലേക്ക് പോയാലും അവിടെ ബിസിനസ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു സമുദായമുണ്ട്, മുസ്ലിം സമുദായം. ചരിത്രം എടുത്തു നോക്കിയാൽ ലോകത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ട്രേഡേഴ്സ് ഇവരായിരുന്നു. പണ്ട് പട്ടുപാതയിലൂടെയും സുഗന്ധവ്യഞ്ജന പാതയിലൂടെയും ലോകം മുഴുവൻ കച്ചവടം വ്യാപിച്ചത് ഇവരായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് MA യൂസഫലിയെ പോലുള്ളവർ എങ്ങനെ ലുലു പോലൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. എന്താണ് അവരുടെ സാമ്പത്തിക അച്ചടക്കം? വെറും ഭാഗ്യം കൊണ്ടാണോ ഇവർ പണക്കാരായത്? അല്ല, ഇസ്ലാം മതം തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ചില കൃത്യമായ നിയമങ്ങളും ചിട്ടകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റിസ്ക് ഷെയറിംഗ്, സക്കാത്ത്, ബർക്കത്ത് തുടങ്ങി നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ചില സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. വിവിധ ലേഖനങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ 5 വലിയ രഹസ്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇത് ഏതൊരു മതത്തിൽപ്പെട്ടവർക്കും തങ്ങളുടെ ബിസിനസ്സിൽ പകർത്തി വിജയിക്കാവുന്ന കാര്യങ്ങളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കും. ആദ്യത്തെ രഹസ്യം അവരുടെ മൈൻഡ് സെറ്റാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉപജീവനത്തിന്റെ 10-9 ഭാഗവും കച്ചവടത്തിലാണ്. നമ്മൾ മക്കളോട് നന്നായി പഠിച്ച് ശമ്പളമുള്ള ഒരു ജോലി നേടൂ എന്ന് പറയുമ്പോൾ പരമ്പരാഗത മുസ്ലിം കുടുംബത്തിലുള്ളവർ കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നത് സ്വന്തമായി എന്തെങ്കിലും വിറ്റു നോക്കൂ എന്നാണ്. ശമ്പളക്കാരനാകുന്നതിനേക്കാൾ അവർ ബഹുമാനിക്കുന്നത് സംരംഭകനെയാണ്. അവർ വിശ്വസിക്കുന്നത് പണം കെട്ടിക്കിടക്കാനുള്ളതല്ല, മറിച്ച് ഒഴുകി നടക്കേണ്ട ഒന്നാണെന്നാണ്. മണി സർക്കുലേഷൻ. പണം ഒരിടത്ത് പൂഴ്ത്തി വെച്ചാൽ അത് വളരില്ല. അതുകൊണ്ട് അവർ റിയൽ എസ്റ്റേറ്റിലും സ്വർണത്തിലും ചരക്കുകളിലും പണം ഇൻവെസ്റ്റ് ചെയ്ത് അത് കറക്കിക്കൊണ്ടിരിക്കും. ലിക്വിഡിറ്റി നിലനിർത്താൻ അവർക്കൊരു പ്രത്യേക കഴിവാണ്. രണ്ടാമത്തേതാണ് പലിശ. ഇസ്ലാമിക സാമ്പത്തിക നിയമപ്രകാരം പലിശ, റിബ, ഹറാമാണ് അഥവാ നിഷിദ്ധമാണ്. പണം വെറുതെ ഇരുന്ന് പണം പ്രസവിക്കരുത്, മറിച്ച് പണം ഒരു അസറ്റിൽ മുടക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്നതാണ് ഇവരുടെ രീതി. അതുകൊണ്ട് അവർ ബ്ലേഡ് പലിശയ്ക്ക് പണം കടം കൊടുക്കാനോ വാങ്ങാനോ നിൽക്കില്ല. പകരം ഇവർ ഉപയോഗിക്കുന്ന പാർട്ണർഷിപ്പ് മോഡലാണ്. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് തുടങ്ങാൻ പണമില്ലെങ്കിൽ ബാങ്കിൽ പോയി ലോൺ എടുത്ത് പലിശ കൊടുക്കുന്നതിന് പകരം പണമുള്ള ഒരാളെ പാർട്ണറാക്കും. ലാഭം കിട്ടിയാൽ വീതിക്കും, നഷ്ടം വന്നാൽ അതും വീതിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ്, ഇതിനെ മുഷാറക്ക എന്ന് പറയും. ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ബിസിനസ് ചെയ്യുന്നവന്റെ തലയിൽ പലിശയുടെ ഭാരമുണ്ടാവില്ല, അവന് ഫ്രീ ആയിട്ട് ചിന്തിക്കാം. ഇന്ന് ലോകത്ത് പല സ്റ്റാർട്ടപ്പുകളും ചെയ്യുന്നത് ഇതേ രീതിയാണ്, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. മൂന്നാമത്തെ രഹസ്യം, നമ്മൾ വിചാരിക്കും കൊടുത്താൽ കുറയുമെന്ന്, എന്നാൽ മുസ്ലിം കോടീശ്വരന്മാർ വിശ്വസിക്കുന്നത് കൊടുത്താൽ കൂടുമെന്നാണ്. അതാണ് സക്കാത്ത്. സമ്പാദ്യത്തിന്റെ 2.5% നിർബന്ധമായും പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഇത് വെറുമൊരു ദാനമല്ല, ഇതൊരു ശുദ്ധീകരണമാണ്. അസീം പ്രേംജിയെ പോലുള്ളവർ തങ്ങളുടെ സ്വത്തിന്റെ വലിയൊരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനു പിന്നിൽ ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, എക്കണോമിക്സ്. പണം കയ്യിൽ നിന്ന് പോകുമ്പോൾ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ഒരു ഉൾപ്രേരണ, ഒരു മോട്ടിവേഷൻ മനസ്സിൽ നിന്നുണ്ടാവും. ഇതിനെ അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്നും പറയാം. എനിക്ക് തന്ന ദൈവം ഇനിയും തരും എന്ന ഉറച്ച വിശ്വാസം, ഇത് അവരുടെ ബിസിനസ്സിൽ വലിയൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു. പിശുക്കി വെക്കുന്നവന് വളർച്ചയില്ല, ചിലവാക്കുന്നവനെ പണം തേടി വരും എന്ന തത്വം. നാലാമത്തെ കാര്യമാണ് ബർക്കത്ത് അഥവാ അനുഗ്രഹം. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽ അതിരാവിലെയാണ് ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്ക പരമ്പരാഗത മുസ്ലിം ബിസിനസ്സുകാരും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഉറങ്ങില്ല. ലോകത്തിലെ ഒട്ടുമിക്ക വിജയശ്രീ ലാളിതരായ സിഇഒമാരും ആപ്പിൾ ടീം കുക്ക് ഉൾപ്പെടെ രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ ഇവർ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഉച്ചയാകുമ്പോഴത്തേക്കും പകുതി ജോലിയും തീരും. ഈ ഒരു ടൈം മാനേജ്മെന്റ് ആണ് അവരുടെ വിജയത്തിന് മറ്റൊരു കീ. മറ്റൊരു രഹസ്യമാണ് വിശ്വാസ്യത, അൽ അമീൻ. പണ്ട് കാലത്ത് എഴുതപ്പെട്ട കരാറുകൾ ഇല്ലാതെ തന്നെ കോടികളുടെ കച്ചവടം മുസ്ലിം വ്യാപാരികൾ ചെയ്തിരുന്നു. അതായത് വാക്കിനെ വിശ്വസിച്ചാണ്, വേർഡ് ഓഫ് മൗത്ത്. ഞാൻ തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഈ ക്വാളിറ്റിയെ അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ് പറയുക. MA യൂസഫലി തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ലോകം നിങ്ങളെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കും. കസ്റ്റമറെ പറ്റിക്കാതെ ഗുണനിലവാരമുള്ള സാധനം കൊടുക്കുക. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. ഇത് ബിസിനസിന്റെ ആയുസ് 100 വർഷം വരെ കൂട്ടും. സുഹൃത്തുക്കളെ, മതം ഏതായാലും ബിസിനസ് തത്വങ്ങൾ ഒന്ന് തന്നെയാണ്. ശമ്പളക്കാരനാകാതെ സംരംഭകനാകുക. 2, പലിശയുടെ കെണിയിൽപ്പെടാതെ പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കുക. 3, സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് നൽകുക. 4, അതിരാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കുക. 5, വാക്ക് പാലിക്കുക.
ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ, മാറ്റം ഉറപ്പാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണ്? സക്കാത്താണോ അതോ നോ ഇൻട്രസ്റ്റ് പോളിസിയാണോ? താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ മണി സീക്രട്സ് അറിയാൻ റിച്ച് ബുക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.